ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 49 ആണ്. ഉൽപ്പത്തി 49 അവിടെ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ ചിലർക്ക് ഒരു പോസിറ്റീവായിട്ട് മാറുവാനായിട്ടും ചിലർക്ക് അതൊരു നെഗറ്റീവായിട്ട് മാറുവാനായിട്ട് തീർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ മരണവും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ മക്കളെ നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ കുറച്ച് പേരുടെ പേര് പറയുമ്പോൾ അവർക്കൊക്കെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവർക്കുണ്ടായതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ റൂബനെ നോക്കുമ്പോൾ റൂബൻ ഒരു വലിയൊരു തെറ്റവിടെ ചെയ്തു, താനവിടെ അഡൾട്ടറി താനവിടെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് തന്നെ ശവിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് താൻ ആയിത്തീർന്നിടയിൽ തീർന്നു. അതുപോലെ തന്നെ ശിമയോനെയും ലേവിയും നോക്കുമ്പോൾ അവരുടെ കാര്യം നോക്കുമ്പോൾ അവർ ഭയങ്കര കോപമുള്ള വ്യക്തികളായിരുന്നു. അവർ ശേഖേമിലുള്ളവരെയൊക്കെ കൊന്നു കളയുന്ന വ്യക്തികളായിട്ട് അവർ മാറുവാനിടയായി തീർന്നു. അപ്പോൾ അവരെ സ്കാറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ടിടയായി തീർന്നു. അവർക്ക് അതിൽ നോക്കുമ്പോൾ നമുക്ക് ലേവിക്ക് പിന്നെയും കുറച്ചും കൂടി ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറയാം. അതെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ ജനമായിട്ട് തിരഞ്ഞെടുക്കുക, അവർക്ക് സ്വത്തായിട്ട് ദൈവമാണുള്ളത് എന്നുള്ളതുകൊണ്ട് അത് അവർക്ക് അങ്ങനെ ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ നമ്മൾ യഹൂദയ്ക്കും അതുപോലെ തന്നെയായിരുന്നു. അത്ര നല്ല പ്രവൃത്തി അല്ല എങ്കിൽ കൂടി തനിക്ക് അനുഗ്രഹം ലഭിക്കുവാനായിട്ട് കാരണം താൻ യോസേഫിന് വേണ്ടി, ബെഞ്ചമിന് വേണ്ടി താൻ തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് തനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ ലീഡർഷിപ്പ് പൊസിഷൻ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ശരിക്കും അത് റൂബന് കിട്ടേണ്ടത്, റൂബനായിരുന്നു ആദ്യത്തെ മകനാണ്, റൂബന് കിട്ടേണ്ട ലീഡർഷിപ്പ് പൊസിഷനായിരുന്നു. റൂബനാണ് ശരിക്കും കിട്ടേണ്ടത്. പക്ഷേ റൂബൻ്റെ ആ ഒരു ദുർനടപ്പ് കാരണം അല്ലെങ്കിൽ ദുഷ്പ്രവർത്തി കാരണം തനിക്ക് അത് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ആ ലീഡർഷിപ്പ് പൊസിഷൻ യഹൂദയ്ക്ക് ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ യാക്കോബ് തൻ്റെ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ യാക്കോബിനെ കൊണ്ട് താൻ അനുഗ്രഹിക്കുന്നത് താൻ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യാക്കോബിനെ യോസെഫിനെ ഒക്കെ താൻ അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബ് തൻ്റെ മക്കളൊക്കെ അനുഗ്രഹിച്ചിട്ട് താൻ ഒടുവിൽ മരണപ്പെടുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോഴും ദൈവത്തിൻ്റെ പ്ലാൻ എന്നിട്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും ദൈവം അവിടെ ആ ഒരു ജനറേഷൻ കൊണ്ട് നിർത്തിയില്ല. അടുത്ത ജനറേഷനിലേക്ക് ദൈവത്തിൻ്റെ പ്ലാൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പ്ലാൻ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ഫാക്ടറും ദൈവത്തിൻ്റെ പ്ലാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ തലമുറ കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ആ ഒരു പ്ലാൻ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല നമ്മളുടെ പ്രവൃത്തി അതിൽ ഒരുപാട് ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യം. കാരണം അവരുടെ മക്കളുടെ കാര്യം നോക്കുമ്പോൾ അറിയാം, അവരൊക്കെയും ആ ഒരു തെറ്റുകളൊക്കെ അവരുടെ ജീവിതത്തിലൊക്കെയും സംഭവിച്ചു. ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവർക്ക് ചിലർക്ക് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ട് അനുഗ്രഹം അവർക്കെല്ലാവർക്കും ലഭിക്കാനിടയായിരുന്നു. ചിലർക്ക് നെഗറ്റീവായിരുന്നു, ചിലർക്ക് അത് പോസിറ്റീവായിട്ടുള്ളത് ആയി തീരുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ നമ്മളെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ദൈവത്തിൻ്റെ നാമത്തിന് മോചനത്തിനായിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്, അതോ ദൈവത്തിൻ്റെ നാമം നാണം കെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നത്. നമുക്ക് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ശരിക്കും അതുകൊണ്ട് നമ്മുടെ ഈ യാക്കോബിൻ്റെ മക്കളെ നോക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുമ്പോൾ അടുത്തൊരു ദൈവത്തിൻ്റെ പ്ലാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിച്ച വ്യക്തിയാണ്. അപ്പോൾ യാക്കോബിൻ്റെ മക്കൾ വരുമ്പോൾ എല്ലാവർക്കും വലിയൊരു എക്സ്പെക്റ്റേഷനാണ് അവിടെ ഉള്ളത്. പക്ഷെ നമുക്കറിയാം, നോക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാരും തെറ്റ് ചെയ്തു. കുറച്ച് പേര് അതിൽ നല്ല വ്യക്തികളായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിൽ നിന്നൊക്കെയും ദൈവം പല കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് നമ്മളെല്ലാവരും ഇടയാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മാറട്ടെ.